ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രവാചകത്വത്തെ ഇവർ സാധാരണയായി നിഷേധിക്കാറുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹാഗാർ എന്ന് പറയുന്ന ഒരു വെള്ളാട്ടിയിലുണ്ടായ പുത്രനാണെന്നും ഏകജാത പുത്രനായി ഇസ്മയേലിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുമാണ് അവരുടെ പ്രചരണം. വാഗ്ദത്ത പ്രവാചകൻ വരുന്നത് യസ്ഹാക്കിന്റെ പരമ്പരയിലാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ നിരന്തരം ആ വാദവുമായി മുന്നോട്ട് പോകാറുണ്ട്. അതിന് പിന്തുണ കിട്ടാൻ ചില ചെപ്പടി വിദ്യകളൊക്കെ ചിലപ്പോഴൊക്കെ അവർ പ്രയോഗിക്കാറുണ്ട്. അങ്ങനെയാണ് ഇടയ്ക്കൽ വെച്ച് എം അക്ബർ സാഹിബിനോട്, അദ്ദേഹം ഖുർആൻ ഹാഫിളൊന്നല്ല, ഖുർആൻ ഹാഫിളല്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അറബി ഭാഷയിൽ പോലും പരിജ്ഞാനം ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ തന്നെ അള്ളാഹുവിനെ അറിയുക എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറബി ഭാഷയിൽ പോലും അറിവില്ലാത്ത, വിശുദ്ധ ഖുർആനെ കുറിച്ച് അഗാധമായ ഹിഫ്ളോ മനപ്പാടമോ ഇല്ലാത്ത എം അക്ബർ സാഹിബിനോട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ഒരു ചോദ്യം ചോദിച്ചു, ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയുടെ പുത്രനാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കാമോ? ഫാദർ പറയുന്നത് നിങ്ങൾ കേൾക്കാം. ഇടയ്ക്കര നടന്ന ഒരു സംഭവത്തിൽ എം അക്ബർ സാഹിബിനോട് ചോദിച്ചു, ഖുറാനികമായിട്ട് ഖുറാന്റെ വെളിച്ചത്തിൽ ഉരുണ്ടും പരണ്ടുള്ള മറുപടിയൊന്നും വേണ്ട, യെസ് ഓർ നോ എന്നുള്ള ഉത്തരം മാത്രമേ തരാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യകർത്താവ്, ഒരു ക്രൈസ്തവൻ ചോദിച്ചു, ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്മായിൽ എന്നുള്ളത് ഖുറാനികമായിട്ട് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒറ്റ മറുപടിയെ പറഞ്ഞുള്ളൂ, പറ്റുകയില്ല, പറ്റൂല. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് മനസ്സിലായത്. അതായത് ഖുറാനിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബിയുടെ പുത്രനാണ് ഇസ്മായേൽ എന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ഒരു ക്രൈസ്തവ സ്നേഹിതൻ ചോദിച്ചപ്പോൾ എം അക്ബർ സാഹിബ് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരൊറ്റ വാചകം, പറ്റുകയില്ല എന്നുള്ള. അക്ബർ സാഹിബ് മറുപടി പറഞ്ഞു, പറ്റുകയില്ല, പറ്റുകയില്ല. അദ്ദേഹം അതല്ലാതെ എന്ത് പറയും? കാരണം അദ്ദേഹം ഖുർആൻ ഹാഫിളൊന്നല്ല. ഖുർആൻ ഹാഫിള് അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഉത്തരം അറിയാനേ കഴിയൂ, അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇല്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഫാദർമാരുടെ കുപ്രചരണങ്ങളിൽ നമ്മൾ വീണു പോകരുത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ 39-ാമത്തെ വചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോടുള്ള തന്റെ പ്രാർത്ഥനയിൽ, അൽഹംദുലില്ലാഹില്ലദീ വഹബ ലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് തന്നെ സർവസ്തുതിയും. അല്ലദീ വഹബ ലി അലൽ കിബർ, ഈ പ്രായാധിക്യ സമയത്ത്, ഈ പ്രായം ചെന്ന സമയത്ത് ഇസ്മാഈല വ ഇസ്ഹാഖ, ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും എനിക്ക് പുത്രന്മാരായി തന്ന അല്ലാഹുവിന് തന്നെ സർവസ്തുതിയും. ഇന്ന റബ്ബീ ലസമീഉദ് ദുആ, തീർച്ചയായും എന്റെ രക്ഷിതാവ് അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു, അവൻ ധാരാളമായി പ്രാർത്ഥനയെ സ്വീകരിക്കുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂറത്ത് ഇബ്രാഹിമിൽ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ അവർ ഈ ക്ലിപ്പ് ഇങ്ങനെ ഇടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അത് സാധാരണക്കാരനായ വിശുദ്ധ ഖുർആനെ കുറിച്ച് അഗാധമായ ജ്ഞാനമില്ലാത്ത മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്.